സ്കാർബറോയിൽ ഒൻറ്റാറിയോ ലേക്കിൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ബോട്ട് ഫിഷിങ്ങിന് പോയ കാര്യമാണെന്ന് പറയുന്നത്. ഈ ഫിഷിംഗ് നമ്മൾ നടത്തുന്നത് ലേക്ക് ഒൻറ്റാറിയോയിലാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്കാർബറോ. രാവിലെ 5 മണിക്കാണ് നമ്മൾ ഹയർ ചെയ്തിട്ടുള്ള ബോട്ട് സർവീസ് ചെയ്യുന്ന പേഴ്സൺ നമ്മളോട് സ്കാർബറോയുടെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിൽ എത്താൻ പറഞ്ഞത്. അതുപ്രകാരം ഞങ്ങൾ കൃത്യം 5 മണിക്ക് തന്നെ എത്തി. നമ്മളെപ്പോലെയല്ല, ഇവർ വളരെയധികം പങ്ക്ച്വലാണ്. ഞങ്ങൾ വരുന്ന സമയത്ത് 5 മണിക്ക് നല്ല ഇരുട്ടാണ്. ഒരുപാട് ആളുകൾ ഇതുപോലെ ഞങ്ങളുടെ പോലെ തന്നെ പലരും ഇതുപോലെ ബോട്ട് സർവീസിൽ ഫിഷിംഗ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹയർ ചെയ്തിട്ടുള്ള ഈ പേഴ്സൺ, അതായത് 5 മണിക്കൂർ നേരത്തേക്കാണ് നമ്മൾ ഹയർ ചെയ്തിട്ടുള്ളത്. 5 മണി മുതൽ 10 മണി വരെ നമ്മൾ ആ ബോട്ടിൽ ലേക്ക് ഒൻറ്റാറിയോയിൽ ഫിഷിംഗ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന ഫിഷ് നമുക്ക് കൊണ്ടുപോകാം. ഫിഷിംഗ് ചെയ്തിട്ട് നമുക്ക് ഫിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ റോഡ് സെറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഹയർ ചെയ്തിട്ട് ആൾ തന്നെയാണ്. ഓരോ മണിക്കൂറിന് $100 വെച്ചിട്ടാണ് നമ്മൾ പേ ചെയ്തത്. അതായത് $500 ഇതിൻ്റെ മൊത്തം എക്സ്പെൻസ് വരുന്നത്. ഇതിൻ്റെ ഫണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഫിഷ് പിടിക്കാനും അതുപോലെ തന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് ആവാനും ഒക്കെ ഇങ്ങനെ ഒരു ട്രിപ്പ് സഹായിച്ചിട്ടുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതിനോടൊപ്പം തന്നെ കിട്ടുന്ന ഫിഷ് പോകുന്ന ആളുകൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു വർത്താണ്. ഇപ്പോൾ കണ്ടോ, ഞങ്ങൾക്ക് തുടക്കത്തിലൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ആദ്യത്തെ ഫിഷ് ഞങ്ങൾക്ക് കിട്ടുകയാണ്. ലേക്ക് ഒൻറ്റാറിയോയിൽ കൂടുതൽ കണ്ടുവരുന്ന സാൽമൺ വിഭാഗത്തിൽപ്പെടുന്ന ഫിഷ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഫിഷാണ് കിട്ടിയത്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം ഫിഷിനെ നമ്മൾ പിടിച്ച് ചൂണ്ടയിൽ കുരുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കരക്കടുപ്പിക്കുന്ന ജോലിയെല്ലാം ചെയ്യുന്നത് നമ്മളുടെ ബോട്ട് ഡ്രൈവർ തന്നെയാണ്. Salmon, yeah. Basically, Chinook salmon. We also call them king salmon. Oh, yeah. They're Pacific from Pacific. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ സാൽമണിൻ്റെ വലിപ്പത്തിന് പകുതി വലിപ്പമുള്ള ഒരു സാൽമൺ കിട്ടിയാൽ പോലും അവർ അത് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. നിശ്ചിത ക്രൈറ്റീരിയകളുണ്ട് നമുക്ക് ഫിഷിനെ കയ്യിൽ വെക്കാനായിട്ട്. അത് പ്രകാരമുള്ള ആ നിയമങ്ങൾക്കനുസരിച്ചുള്ള ഫിഷ് മാത്രം ക്യാപ്ചർ ചെയ്യാനാണ് ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. നമുക്ക് കണ്ടാൽ മനസ്സിലാവും, 5 മണി കഴിഞ്ഞു, ഏകദേശം 6 മണി കഴിഞ്ഞോടുകൂടി സൂര്യൻ ഉദിച്ചു തുടങ്ങി. അടുത്തതായിട്ട് നമ്മുടെ മറ്റൊരു സുഹൃത്താണ് ട്രൈ ചെയ്യുന്നത്, ജോളി. പുള്ളി ട്രൈ ചെയ്ത് അധികം വൈകാതെ തന്നെ രണ്ടാമത്തെ ഫിഷിനെ ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ആ രണ്ടാമത് കിട്ടിയ ഫിഷ് വളരെ ചെറിയൊരു ഫിഷ് ആയതുകൊണ്ട് അതിനെ വീണ്ടും ആ ലേക്കിലേക്ക് തന്നെ തിരിച്ചു വിടുകയാണ് ചെയ്തത്. രാവിലെ അത്യാവശ്യം തണുപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ ജാക്കറ്റ് കരുതിയിരുന്നു. ചില കൂട്ടുകാർ ജാക്കറ്റുകൾ കരുതിയിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് കോൾഡായിരുന്നു. മൂന്നാമതായിട്ട് ഹരിയാണ് ട്രൈ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് മാറി മാറി ഫിഷ് പിടിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ റോഡ് ട്രൈ ചെയ്യാം. അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത്യാവശ്യം ഹാർഡ് വർക്കുള്ള പരിപാടിയാണ് ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതുപോലെ വലിയ സാൽമൺ പോലുള്ള ഫിഷിനെ പിടിക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം അധ്വാനം ആവശ്യമുണ്ട്. ഞങ്ങൾക്കങ്ങനെ വീണ്ടും മറ്റൊരു ഫിഷിനെ കിട്ടിയിരിക്കുകയാണ്. കിട്ടാതെ വരുമ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
he moves to more deeper locations of the lake. ഇദ്ദേഹം ഒരുപാട് തവണ ഇങ്ങനെ ഫിഷ് ചെയ്യാൻ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്കറിയാം ഏത് സ്പോട്ടിൽ നിന്നാലാണ് ഫിഷ് കൂടുതൽ കിട്ടുക എന്നുള്ളത്. അതുമാത്രമല്ല, അവരുടെ കയ്യിലുള്ള GPS ലൊക്കേറ്റർ, അതുപോലെ തന്നെ ഈ ഫിഷ് സ്കാൻ ചെയ്യുന്ന അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫിഷ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ ബോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളവിടെ കൂടുതൽ ട്രൈ ചെയ്യും. നമ്മളുടെ സാധാരണ വാഹനങ്ങളിലൊക്കെ കാണുന്ന പോലത്തെയുള്ള ഒരു എക്യുപ്മെൻ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഗാർമിൻ ബ്രാൻഡിൻ്റെയാണ്. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. GPS-ൻ്റെ സ്പീഡ്, അതുപോലെ തന്നെ അതിൻ്റെ GPS ഹെഡിങ്, ഏത് ദിശയിലേക്കാണ് വാഹനം സഞ്ചരിക്കുന്നത്, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, ബോട്ട് നിൽക്കുന്ന സ്പോട്ടിൻ്റെ ആ ഡെപ്ത് എത്രയാണ്. ഇപ്പോൾ നമ്മൾ കറണ്ട് നിൽക്കുന്നത് 233 ഫീറ്റ് ഡെപ്തുള്ള ലേക്കിൻ്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. സമയം കാണിക്കുന്നുണ്ട് 8:30 8:33 AM ആണ് സമയം കാണിക്കുന്നത്. ഇതൊരു GPS പൊസിഷനിങ് സിസ്റ്റമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത്. നമുക്ക് മറ്റൊരു മീനെ കൂടി കിട്ടിയിരിക്കുകയാണ്. അഗെയിൻ സാൽമൺ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫിഷ്. ഇവിടെ കൂടുതലും സാൽമണാണ്. ഈ കിട്ടിയിട്ടുള്ള സാൽമൺസ് എല്ലാം നമ്മുടെയൊക്കെ കൂടെ വന്നിട്ടുള്ള ബോട്ട് കൊണ്ടുവന്നിട്ടുള്ള ചേട്ടൻ പുള്ളിയുടെ കൂളറിലാണ് ശേഖരിച്ച് വെക്കുന്നത്. അവസാനം നമ്മൾ കരയിലെത്തുമ്പോൾ നമ്മളുടെ കൂളറിലേക്ക് ഈ ഫിഷ് എല്ലാം മാറ്റിയിട്ട് നമ്മുടെ വീടുകളിലേക്ക് ഇത് കൊണ്ടുപോകും. നമ്മളിപ്പോൾ കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കാനഡ ടവറാണ്. വളരെ വിഖ്യാതമായിട്ടുള്ളൊരു ടവറാണ് കാനഡ ടവർ. വി ക്യാൻ സീ ദ ടൊറോണ്ടോ ഏരിയ ഫ്രം ദിസ് പോർട്ട് ഓഫ് സ്കാർബറോ. ഒരു ഉദയസൂര്യൻ്റെ അകമ്പടിയോടെ അത്യാവശ്യം ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മീൻ പിടിക്കുന്ന സമയത്ത് ഈ ഒരു കാഴ്ച വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ്. Salt also tells me how fast. Like sometimes drop is fast at the surface, but because this current stores it over time, ഒരുപാട് ഫുഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഓപ്ഷനൊന്നുമില്ല. സ്റ്റിൽ കുറച്ച് പിസ്സ കൊണ്ടുവന്നിരുന്നു, അത് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ വിശപ്പെല്ലാം ഞങ്ങളുടെ അടങ്ങി. പിന്നെ ഇതിനുള്ളിൽ ബിയർ അടിക്കാനോ അല്ലെങ്കിൽ ആൽക്കഹോൾ കൊണ്ടുവരാനോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിഷിദ്ധമാണ്. വി കനോട്ട് ഡു ദാറ്റ്. അതുപോലെ തന്നെ സ്മോക്കിംഗ് ഈസ് ഓൾസോ നോട്ട് അലൗഡ് വൈൽ വി ആർ ഫിഷിംഗ്. അത് ആക്ച്വലി ഒരു റൂളാണോ അതോ
ഈ ബോട്ടിങ്ങിന് കൊണ്ടുവന്നിട്ടുള്ള പുള്ളി നമ്മളെ സമ്മതിക്കാതിരുന്നതാണെന്ന് അറിയില്ല. ഐ ബിലീവ് ഇറ്റ് ഈസ് എ റൂൾ. നമ്മൾ ഈ ലേക്ക് ഒൻറ്റാറിയോയിൽ ഇങ്ങനെ ബോട്ടിങ്ങിന് പോകുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ ആൽക്കഹോളോ അല്ലെങ്കിൽ സ്മോക്കിങ്ങോ എല്ലാം തന്നെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ആളുകളൊന്നും അല്ല. ഏകദേശം നമുക്കൊരു 9 വലിയ സാൽമൺ ഫിഷുകൾ കിട്ടി. ആൻഡ് നമ്മളുടെ അനുവദിച്ച സമയം ഓൾമോസ്റ്റ് തീരാറായി. 5 മണിക്കൂറാണ് നമുക്ക് അനുവദിച്ച സമയം. ആൻഡ് വി ആർ ഹെഡിങ് ബാക്ക് ടു ദ ഷോർ. നല്ല സ്പീഡിലാണ് ഇപ്പോൾ ഈ ബോട്ട് പായുന്നത്. ഐ ഡോണ്ട് എക്സാക്ട്ലി നോ ഹൗ മച്ച് ഈസ് ദ സ്പീഡ്, ബട്ട് ഇറ്റ്സ് എ കൺസിഡറബിളി ഹൈ സ്പീഡ് റൈഡാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യു ക്യാൻ സീ, നമ്മളിത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഇറ്റ്സ് എ ഹൈ ഡ്രൈവ്. കരയിലേക്ക് ബോട്ട് അടുപ്പിച്ചതിന് ശേഷം നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം നമ്മളവിടെ ലേക്കിൽ വെച്ച് പിടിച്ച ഫിഷുകൾ അദ്ദേഹത്തിൻ്റെ കൂളറിൽ നിന്ന് നമ്മുടെ കൂളറിലേക്ക് മാറ്റിയിട്ട് പിന്നെ പുള്ളി ഈ ബോട്ട് പിന്നെ ലേക്കിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലേക്ക് ഘടിപ്പിക്കുന്ന ഒരു കാര്യമാണ് നടക്കുന്നത്.